കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങൾ. അത്ഭുതകരമായ മീൻപിടുത്തം. യേശു കർത്താവ് എന്തിനാണത് ചെയ്തത് എന്നുള്ളത് അവിടെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു 2 വഞ്ചി അടുത്തടുത്ത് കരയിൽ കിടക്കുന്നതാണ്. ഇന്ന് ദൈവവചനം കേൾക്കേണ്ടതിന് ജനങ്ങൾ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ആൾക്കാർ അന്യാരാധനയ്ക്ക് പോകുന്നു, അന്യാരാധന സ്ഥലങ്ങളിൽ വളരെ ആൾക്കൂട്ടമുണ്ട്. എന്തുകൊണ്ടാണ്? ഒറിജിനൽ വെളിപ്പെടാത്തത് കൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പുറകെ പോവുകയാണ്. അവർ ഇടയനില്ലാത്ത ആടുകളാണ്. അതിനെന്താ മാർഗം? യേശു ആ മാർഗമാകേണ്ടത്. ഇവിടെ 2 പേരുണ്ട്, പത്രോസും അന്ത്രയോസും. മറ്റേ വഞ്ചിയിൽ 2 പേരുണ്ട്, യാക്കോബും യോഹന്നാനും. ഇവരെ മുന്നേ വിളിച്ചതാണ് ഇവരെയൊക്കെ. അന്ന് ഇവർ വന്നെങ്കിലും പിന്നീട് അവരുടെ പണിക്ക് തിരിച്ചു പോയി. പത്രോസിനെ അന്ത്രയോസിനെ ആദ്യം വിളിച്ചു. അവർ കടലിൽ വീശിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചതാണ്. അവർ യേശുവിൻ്റെ പുറകെ പോയതാണ്. അന്ന് പോയെന്ന് പറഞ്ഞാൽ ഏതായാലും വീശിയിട്ടൊന്നും കിട്ടുന്നില്ല. ഇവൻ വിളിച്ച് ഇവൻ്റെ കൂടെ അങ്ങ് പോയി. ആ വിളിക്കൊരു പവറുണ്ടല്ലോ. രണ്ടാമത് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ പോയി, അതാവശ്യമായിരുന്നു. യാക്കോബിനെ യോഹന്നാനെയും വിളിച്ചു. അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരും പോയി. ആ പാർട്ടീസ് വീണ്ടും വഞ്ചി എടുത്തുകൊണ്ട് വലയെടുത്തുകൊണ്ട് രാത്രി പോയി. എന്താ കാര്യം? ഉപജീവനം തന്നെ, കുടുംബം പുലരണ്ടേ. അപ്പോൾ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. രാവിലെയാണ് ഈ സംഭവം. യേശു കർത്താവ് വന്നു. പത്രോസിൻ്റെ വഞ്ചി കയറിയിട്ട് പറഞ്ഞു, ഇത്തിരി ഒന്ന് കരയെന്നങ്ങ് നീക്കണേ, ഞാനിവിടെ നിന്നൊന്ന് ഇവരോട് സംസാരിക്കട്ടെ. അവനത് ചെയ്തു കൊടുത്തു. യേശു ആ വഞ്ചിയിലിരുന്ന് ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ വലയെല്ലാം കഴുകിക്കൊണ്ടിരിക്കുക. പത്രോസേ വാ കയറ്, അന്ത്രയോസേ കയറ്, നിങ്ങൾ ആഴത്തിലോട്ടൊന്ന് നീക്കി വലയിട്. അപ്പോൾ പത്രോസ് പറയുന്നത്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം. ഓരോ വിളിയുള്ളവനെയും വിളിക്കുമ്പോൾ അവന് പറയാനുണ്ട്, കർത്താവെ, കഴിഞ്ഞ 40 വർഷമായി 50 വർഷമായി അധ്വാനിച്ചു. അതെല്ലാം രാത്രിയിൽ അധ്വാനങ്ങളായിരുന്നു. ഒരു ഇരുട്ട് കൂടെ ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. പത്രോസ് പറഞ്ഞ പോലെ പറയണം, നിൻ്റെ വാക്കിന് ഞാൻ ഒന്ന് വലയിറക്കാം. വലയിറക്കി, പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പോൾ ഇവർ വിളിച്ചാൽ കേൾക്കുന്നതിന് അപ്പുറമാണ് നിൽക്കുന്നത്, ആഴത്തിൽ. അവിടെ നിന്ന് കൈകാട്ടി വിളിച്ചു. യോഹന്നാനും യാക്കോബും അവരുടെ കൂടെയുള്ള കൂലിക്കാരും എല്ലാവരും കൂടെ ആ വഞ്ചിയിലും പുറപ്പെട്ടു വന്നു. 2 വഞ്ചിയും മുങ്ങുവാറാകോളം മീൻ നിറച്ചു. കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ പത്രോസ് ആദ്യം ചെയ്തത്, കർത്താവെ, ഞാൻ പാവിയായ കൊണ്ട് എന്നെ വിട്ടുപോണേ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ കൂടെ വരാൻ ഇഷ്ടമുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് വിട്ടുപോണേ എന്നൊക്കെ പറയുമ്പോഴും വിട്ടു പോകാൻ വേണ്ടി പറയുന്നതല്ല, അതാ ഒരു മാനസികാവസ്ഥ വെളിപ്പെടുത്തുകയാണ്, ഹൃദയത്തിൻ്റെ ഭാവം. അതുകൊണ്ട് യേശു പറയുന്നത്, ഭയപ്പെടണ്ട. മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാമെന്നല്ലേ പറഞ്ഞത്? ധൈര്യമായിരിക്കുക. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ പ്രശ്നം ഉപജീവനമായിരുന്നല്ലോ, അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ എൻ്റെ ഒരു വാക്കിന് കഴിയുമെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഇതേ ഭാരത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അവരെയൊക്കെ നീ പിടിക്കും. പത്രോസും കൂട്ടുകാരും അതെല്ലാം കരയ്ക്കടുപ്പിച്ച് അതെല്ലാം വിട്ട് യേശുവിൻ്റെ പുറകെ പോയി. ചരിത്രം നമുക്കറിയാം. പത്രോസ് ആരായിത്തീർന്നു, യോഹന്നാൻ ആരായിത്തീർന്നു, യാക്കോബ് ആരായിത്തീർന്നു, അന്ത്രയോസ് ആരായിത്തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. ആ വിളിയോട് പോസിറ്റീവായി പ്രതികരിക്കണം. അവൻ്റെ വാക്കിനൊന്ന് വലയിറക്കിക്കേ. സമൃദ്ധി തരുന്നൊരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന കൃപയും കൃപാവരങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും അയലത്തുകാർക്കും വേണ്ടതിനേക്കാളും അധികം തരുന്ന സമൃദ്ധി കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും, ലോകത്തിൻ്റെ വെളിച്ചമാകും. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ.